ബലാത്സംഗ കേസ് നടൻ സിദ്ദിഖിന് കനത്ത തിരിച്ചടി. മുൻകൂർ ജാമ്യമില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഇരയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായത് എന്നതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. കേസിലെ ആരോപണം ശരിയെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കുമെന്നും ഗൗരവമായ കുറ്റമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുന്നതാണ് എന്നും കോടതി വ്യക്തമാക്കി. പരാതി നൽകാനുണ്ടായ കാലതാമസം ഒരു കുറ്റമായി കണക്കാക്കാനാവില്ല എന്നും ഇരയെ വ്യക്തിഹത്യ നടത്താൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. അതേസമയം മുൻകൂർ ജാമ്യം ഇല്ല എന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷം സിദ്ദിഖ് ഒളിവിലാണ്. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. കൊച്ചി പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല. സിദ്ദിഖിന് വേണ്ടി അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ആണ് ചേരുന്നത്. നവമി, കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് സിദ്ദിഖ് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അഭിലാഷ്, രാവിലെ ഏകദേശം 10:30-11 മണിയോടുകൂടിയായിരുന്നു സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് വരുന്നത്. അതിനുശേഷം സിദ്ദിഖിന്റെ അറസ്റ്റ് ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകില്ല, അങ്ങനെ പലതരം ചോദ്യങ്ങളായിരുന്നു നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അറിയുന്നു അന്വേഷണ സംഘം എന്തായാലും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ അറസ്റ്റ് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന്. പക്ഷേ സിദ്ദിഖിന്റെ ഫോൺ, ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അദ്ദേഹത്തിന് എറണാകുളത്ത് 2 വീടുകളാണുള്ളത്. ഒന്ന് പടമുകളിലെ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീടും മറ്റൊന്ന് ആലുവയിലെ കുടുംബ വീടും. പക്ഷെ ഈ 2 ഇടങ്ങളിലും സിദ്ദിഖ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും ഒക്കെ പടമുകളിലെ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉത്തരവ് വന്നതിന് ശേഷം സിദ്ദിഖ് എവിടെയാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നീട് ലഭിക്കുന്നു നെടുമ്പാശ്ശേരി ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്ന്. പക്ഷേ ന്യൂസ് 18 സംഘം ഉൾപ്പെടെ അവിടെ എത്തിയെങ്കിലും പക്ഷെ ഈ പറയുന്ന ഹോട്ടലുകളിലൊന്നും തന്നെ സിദ്ദിഖ് ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നെ എങ്കിൽ എവിടെ ആയിരിക്കും സിദ്ദിഖ്? ഇനി ഈ വിമാനത്താവളങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുന്നതിന് മുൻപ് ഇനി ഒരു അറസ്റ്റിലെ സാധ്യത അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജാമ്യാപേക്ഷ തള്ളുമെന്നൊരു സാധ്യത ഉള്ളതിനാൽ പുലർച്ചെ തന്നെ കേരളം വിട്ടിട്ടുണ്ടാകുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. മറ്റൊന്ന്, അന്വേഷണ സംഘത്തോട് നേരിട്ട് സിദ്ദിഖോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ അഭിഭാഷകനോ സംസാരിച്ചതിന് ശേഷം ആ രീതിയിലുള്ള ഒരു അറസ്റ്റിലേക്കാണോ നീങ്ങുന്നത്? അങ്ങനെ പല ചോദ്യങ്ങളാണ് ഇവിടെ ബാക്കിയാകുന്നത്. എന്തായാലും സിദ്ദിഖ് ഇപ്പോഴും എവിടെയാണെന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലുകളിലൊന്നും തന്നെ സിദ്ദിഖ് എത്തിയിട്ടില്ല എന്നാണ് ഹോട്ടലിലെ ഉടമകളും മറ്റ് ജീവനക്കാരും വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണോ സിദ്ദിഖ് ഒളിവിൽ നിൽക്കുന്നത്, അതോ ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ മാത്രമായിരിക്കുമോ കീഴടങ്ങുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും സിദ്ദിഖിനായുള്ള ഒരു അന്വേഷണത്തിലാണ്. അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. അത് രാവിലെ തന്നെ പുറപ്പെട്ടു എന്ന് അറിയുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ കുറിച്ചുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു നീക്കം ഏതു വിധത്തിലാണോ, ഇതൊന്നും തന്നെ നമുക്ക് ഇപ്പോഴും കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല. ഇനി സിദ്ദിഖിന് ഒരു രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമാണോ അന്വേഷണ സംഘം ഒരുക്കി നൽകുന്നത് എന്നുള്ളൊരു സംശയം കൂടിയാണ് പ്രധാനമായും ഉയരുന്നത്. അഭിലാഷ്, ശരി, വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഇതിൽ ഈ മുൻകൂർ ജാമ്യം തള്ളുക എന്നതിനപ്പുറത്ത് കോടതി അതീവ ഗൗരവതരമായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് സിദ്ദിഖിനെ കണ്ടെത്തുക, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക എന്നതാണല്ലോ പ്രധാനം. ഇപ്പോൾ ഈ സംഘം കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ തന്നെയാണ് സിദ്ദിഖ് ഉള്ളത് എന്നാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത്. അഭിലാഷ്, ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. സിദ്ദിഖിന്റെ അറസ്റ്റ് മുന്നിൽ കണ്ടു തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. എന്നാൽ സിദ്ദിഖ് അറസ്റ്റിന് തയ്യാറാകുമോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന്, അതായത് സിദ്ദിഖ് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങുന്ന തരത്തിൽ ഒരു സമീപനം ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോൾ സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക, അതിനുശേഷം അവിടെ ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തിക്കൊണ്ട് അതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്താതെ മാറി നിൽക്കുക, ഈ ഒരു സാധ്യത ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ അറസ്റ്റിന് വഴങ്ങാതെ ഒളിവിൽ പോവുക,
ആ നിലയ്ക്ക് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതി ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെയും അങ്ങനെ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്കുള്ള ചില സംശയങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നിരിക്കെ പോലീസിന് കുറച്ചുകൂടി ഊർജിതമായി സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി, അതൊരു വീഴ്ചയായി തന്നെ ഇപ്പോൾ വിമർശനമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് മുകേഷിന്റെ അറസ്റ്റ്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയതുകൊണ്ട് തന്നെ മുകേഷിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞു. അതേസമയം സിദ്ദിഖിന്റെ കാര്യത്തിൽ ആ നിലയ്ക്കല്ല. മാത്രമല്ല, നേരത്തെ ദിലീപ് അറസ്റ്റിലായ സംഭവം നമുക്ക് മുന്നിലുണ്ട്. അതിൽ നേരിട്ട് ഇടപെട്ട ആളല്ല, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട ആളല്ല ദിലീപ്. എങ്കിലും 90 ദിവസമാണ് റിമാൻഡിൽ ദിലീപിന് കഴിയേണ്ടി വന്നത്. ആ ഒരു സാഹചര്യം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അങ്ങനെ അറസ്റ്റിലേക്ക് നീണ്ടാൽ സിദ്ദിഖ് തിരുവനന്തപുരത്ത് തന്നെ റിമാൻഡിലാകുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടാലും വീണ്ടും ജാമ്യാപേക്ഷയുമായി പോകാം. ആ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉറപ്പായും റിമാൻഡിൽ പോകേണ്ടി വരും, തിരുവനന്തപുരത്ത് ജയിലിൽ കഴിയേണ്ടി വരും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് സുപ്രീം കോടതിയുടെ വിധി വരെ കാക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നൽകാൻ ഇനി അടുത്ത നീക്കമായി വൈകാതെ തന്നെ സുപ്രീം കോടതിയിലേക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അതിലൊരു വിജയം ഉണ്ടാകുന്നത് വരെ ഒളിവിൽ പോവുക, അങ്ങനെ ഒരു സമീപനം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ? ആ നിലയ്ക്കുള്ള ഒരു